നല്ല രുചികരമായ മുരിങ്ങയില പപ്പട പുളിങ്കറിയാണിത്. ഊണിന് നല്ലൊരു ഒഴിച്ചു കറി. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. മുരിങ്ങയില പപ്പട പുളിങ്കറിയുടെ റെസിപ്പിയാണ് ഇന്ന്. പപ്പടം ചേർക്കാതെയും ഈ കറി ഉണ്ടാക്കാം. ഈ കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം. 2 കപ്പ് നിറയെ മുരിങ്ങയില ഉതിർത്തെടുത്ത് വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ മുരിങ്ങയിലയിൽ ഇത്തിരി ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കാനുള്ളൊരു ഐഡിയ ആണ്. 2 ടേബിൾ സ്പൂൺ കടലമാവ്, അതായത് ബേസിൻ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ സോൾട്ടും 2-3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് അമർത്തരുത്. അമർത്തിയ കയ്പ്പ് വരും. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി പിടിച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് മാതിരിയാക്കി വെക്കണം. ഇതുപോലെ ചെറു ബോൾസാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബോൾസാക്കി ചെയ്യുന്നതുകൊണ്ട് മുരിങ്ങയില മൊത്തമായിട്ടൊന്നും കലങ്ങി കൊഴുത്തു പോവില്ല. ഒരു ചെറിയൊരു ബോൾസായിട്ട് തന്നെ കിട്ടും നമുക്ക്. ഇനി പുളിങ്കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരക്കണം. അതിനെക്കൊണ്ട് ലുലുവിൽ നിന്ന് വാങ്ങിയ 1 ബോക്സ് തേങ്ങയിൽ നിന്ന് ഞാൻ 1 കപ്പ് നിറയെ അരക്കാനായിക്കൊണ്ട് മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 5 ഉണക്കമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് നൈസായിട്ട് അരച്ച് കറി വെക്കുന്ന ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇത് വാളൻ പുളി കുതിർത്ത് വെച്ചതാണ്. 1 നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഈ അരപ്പിലോട്ട് ചേർക്കണം. ഇത് ഊണിനുള്ള ഒഴിച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ലൂസായിരിക്കണം. കറിക്ക് ആവശ്യമുള്ളത്ര വെള്ളവും ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്തിട്ടാണ് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കത്തിക്കുന്നത്. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. തിളച്ച് തൂവാൻ സാധ്യതയുണ്ട്. നന്നായി തിളച്ച് 2 മിനിറ്റിൽ കൂടുതൽ തിളച്ചതിന് ശേഷമാണ് ഈ മുരിങ്ങയില ബോൾസ് അതിലിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ കറിക്ക് വേണ്ടത്ര വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു ഒഴിച്ച് കറിയാണ്, ഊണിനുള്ള ഒഴിച്ച് കറി. നല്ല ടേസ്റ്റാണ് ഈ കറി. എന്തായാലും നല്ലതുമാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇത് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങയിലയുടെ ബോൾസ് അതിലിട്ട് കൊടുക്കുക. ഈ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് കുറുകും. കാരണം നമ്മളതിൽ കുറച്ച് കടലമാവും ഇത്തിരി ഈ കോൺഫ്ലവറിലും ചേർക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ചെറുതായിട്ട് കുറച്ചൊന്ന് ഇളകി വന്നാൽ അത് ഇത് കറിക്ക് കട്ടി കൂടും. അതിനനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ കറിക്കായി ചേർത്തിട്ടുള്ളത് ഇപ്പം അരപ്പിൽ 1 കപ്പ് തേങ്ങ നിറയെ എടുത്തിട്ടുണ്ട്. പിന്നെ 5 ഉണക്കമുളക്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഇത്തിരി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങയില ബോൾസ് ചേർത്തിട്ടുള്ള മുരിങ്ങയില 2 കപ്പ് എടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് എല്ലാം ക്ലീനാക്കിയിട്ട് തണ്ട് ഇതൊക്കെ കളഞ്ഞിട്ട് അതിലോട്ട് പാകത്തിന് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലമാവ്, കാരണം ബേസിൻ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അമർത്തി കുഴക്കരുത്, കൈപ്പടിക്കും. അപ്പം ചെറുതായിട്ട് ഇങ്ങനെ ലൂസായിട്ട് കൈ ലൂസായി വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഇത് ഈ നിലയിലായി കിട്ടുന്ന വിധത്തിലുള്ള വെള്ളം വേണം. ഞാനൊരു 2-2.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ബോൾസ് മാതിരി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് ചെയ്തത്. കറി നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് തിളച്ച ശേഷം നമുക്ക് ഈ ഇല ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് കൊടുക്കുക ഓരോ ബോൾസായിട്ട്. ബോൾസൊക്കെ ചേർത്ത് കൊടുത്തു. കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ തവിയിട്ട് ഇളക്കാൻ പാടില്ല, ഒന്ന് ചുഴറ്റി കൊടുക്കുക. കറി റെഡിയായിട്ടുണ്ട്. ഇത് ഞാൻ ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് താളിച്ചൊഴിക്കാൻ പോകുന്നു, അതായത് വറവിടുക. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നു 1 പപ്പടം ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് കോരിയിട്ട ശേഷം നമുക്ക് കടുക്, കരിവേപ്പില, മുളക്, കുഞ്ഞുള്ളി എല്ലാം കൂടി ചേർത്തൊന്ന് വറവിടാം. വറവിടുമ്പോൾ കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല. അത് ഇലക്കറി ആയതുകൊണ്ടാണ് ചേർക്കാതിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ 2 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയുണ്ട്, കടുകുണ്ട്. ഇത്രയും സാധനമാണ് താളിച്ചൊഴിച്ചത്. പിന്നെ പപ്പടം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി അഥവാ നിങ്ങൾക്ക് പപ്പടം ഇല്ലെങ്കിൽ പപ്പടം ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അല്ലാതെ ഈ കറി വെക്കാം. നമ്മുടെ മുരിങ്ങയില പപ്പട പുളിങ്കറി റെഡിയായിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.